ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും അത് ഏറ്റവും മനോഹരമായി അതിലൊരു താളാത്മകത അല്ലേ. അത് ഉറുദു ഭാഷക്കൻ എനിക്ക് തോന്നുന്നു. ഉറുദു ഭാഷയുടെ പല കവിതകൾക്കും രാവിലെ കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി എന്നത്. പകലിൽ നമ്മൾ യാത്ര ചെയ്ത് ആ ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് അത് വല്ലാത്തൊരു ആനന്ദമുള്ള യാത്രയായിരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിച്ചതേ പിന്നെ വണ്ടിയിൽ നമ്മളെ വണ്ടിയിൽ നിന്ന് ഒരു ലഗേജ് എടുത്ത് വെക്കുന്നത് അവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ദൃശ്യം അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു സുന്ദരമായ യാത്രയുടെ മനോഹരമായ ചില അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൃശ്യത്തിൻ്റെ മറ്റുള്ള എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണത്തിൻ്റെ മറ്റുള്ള എപ്പിസോഡുകളിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് ചോദ്യവും ഉത്തരവുമല്ല, മറിച്ച് അനുഭവങ്ങൾ രണ്ടാൾ കൂടി പങ്കിട്ടെടുക്കുന്ന ഒരു യാത്രാ വിവരണമാണ്. അതിൻ്റെ ഓരോ ചൂരും മണവും രണ്ടാളും അനുഭവിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവരണത്തിലോ ഒക്കെ വ്യത്യസ്ത അനുഭവം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെ ബഹുമാനനായ VT അബ്ദുസലാം മാസ്റ്ററുണ്ട്. ഏതായാലും നമ്മുടെ യാത്രയുടെ ഓരങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സൂപ്പോളിൽ നിന്ന് നമ്മൾ നേപ്പാളിൽ പോയി. നേപ്പാൾ ജോഗ്ബനിയിൽ തിരിച്ചെത്തി. ജോഗ്ബനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ റെയിൽവേ അവസാനിക്കുന്ന ബീഹാറിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ നേപ്പാളിൻ്റെ ബോർഡറാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നേപ്പാളാണ്. അപ്പം അവിടെ നമ്മൾ കയറി തിരിച്ച് ഇങ്ങോട്ട് മടങ്ങി വന്നു. വീണ്ടും നമുക്ക് ആതിഥ്യം നൽകിയ നമ്മുടെ മിഫ്താഹുൽ ഉലൂം ജാമിയ സൽഫിയ മിഫ്താഹുൽ ഉലൂം അവിടെ നമ്മൾ തിരിച്ചെത്തുകയാണ്. അവിടുത്തെ മുദീർ ബഹുമാനനായ നിസാമുദ്ദീൻ മദീനിയുടെ മകനും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് നൂറുലാലം അന്ന് നമ്മൾ രാത്രി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നു അവിടുത്തെ ഉസ്താദുമാരുമായിട്ടുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളും. നമ്മൾ ബീഹാറിൻ്റെ ഒരു ചിത്രം മനസ്സിലുണ്ടാകുമ്പോൾ അത്രയും ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം പേറിയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. പക്ഷേ നമ്മളവിടെ എത്തുമ്പോൾ സ്ഥാപനത്തെക്കുറിച്ച് നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ അവിടെ ഇതുപോലെ പലരുടെയും സഹായത്തിൽ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തിൽ നമ്മുടെ രാത്രിക്കത്തൊരു ഫീൽ അത് നമ്മളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ തങ്ങാനുള്ള തീരുമാനം. അന്ന് രാത്രി ആ പള്ളി അത് നമുക്കൊന്ന് പറഞ്ഞു, ഒരു മനോഹരമായൊരു പള്ളി. അതെ പള്ളിയെക്കുറിച്ച് നമ്മൾ കുറച്ച് അനുഭവം പറഞ്ഞിരുന്നു തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. പള്ളിയുടെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ മനോഹരമായ രൂപത്തിൽ അതിൻ്റെ മുദീറൻ നമ്മൾ എന്നോട് പറഞ്ഞത് പുള്ളിയോടോ മക്കയിലെവിടെയോ കണ്ട ഒരു പള്ളിയുടെ ഒരു രൂപമാണ്. പിന്നെ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതിൻ്റെ മിനാരങ്ങൾ, അതൊക്കെ മൂപ്പരുടേതായിട്ടുള്ള ഒരു ചിന്തയിൽ വന്ന രൂപമൊക്കെയാണ് ഇത് നൽകിയിട്ടുള്ളത്. പണി പൂർത്തിയായിട്ടില്ല. അന്ന് നമ്മൾ പോയ സമയത്തും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇശാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയുടെ നമ്മളിങ്ങനെ നടന്നു ചെല്ലുന്നതിൻ്റെ ഭാഗത്ത് തന്നെ പള്ളിയുടെ കവാടത്തിന് 2-3 കവാടങ്ങളുണ്ട്. രാത്രിയിൽ മാത്രം സുഗന്ധം പരത്തുന്ന ഒരു വല്ലാത്ത നമ്മുടെ ഇവിടുത്തെ ചെമ്പകത്തിൻ്റെയൊക്കെ മണം ഉള്ള നല്ലൊരു, കാരണം ചെറിയൊരു തണുപ്പുണ്ട്. ആ തണുപ്പിൽ ഇതിൻ്റെ ഒരു മണം. അതെ പരിസരത്ത് മൊത്തം അതിൻ്റെ സുഗന്ധം പരക്കുന്നൊരവസ്ഥ ഉള്ളൊരു രാത്രിയാണ്. ഈ ചെടി കണ്ടു. അത് രാത്രി നമ്മളവിടെ നിന്നു. അന്ന് നിന്നപ്പോൾ തന്നെ നമ്മൾ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഉസ്താദിൻ്റെ നിസാമുദ്ദീൻ മദീനയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നേപ്പാളിൽ പോകുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം അല്ലെങ്കിൽ തിരിച്ചു വരാം എന്ന രൂപത്തിൽ നമ്മൾ തിരിച്ചു വന്നു. രാത്രി അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ നമുക്ക് പോകേണ്ടതുണ്ട്. പിറ്റേന്ന് രാവിലെ നമ്മൾ നേരത്തെ നമ്മുടെ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതൊന്നും പലതും അവിടെ നിന്ന് ഉണ്ടായ പ്ലാനാണ്. ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞതൊന്നും ഇപ്പം പ്ലാനിലുള്ളതല്ല. നമ്മളെ ജോഗ്ബനി യാത്രകളോ നേപ്പാൾ യാത്ര ഒന്നും പ്ലാനിലുള്ളതല്ല. അതൊക്കെ നമുക്ക് എന്താ പറയാ, അതിന്റെ ഒരു ബൈ ചാൻസിൽ പടച്ചോന്റെ പ്ലാനിൽ വരുന്ന കാര്യമാണ്. എല്ലാന്റെ പ്ലാനിലാണ്. പക്ഷെ എന്നിരുന്നാലും ചില നമ്മൾ തീരുമാനിക്കും അതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ എത്തിപ്പോണ്ട്. നമ്മള് റഹമത്തുള്ളന്റെ വീട്ടിലേക്കാണ് പിന്നെ നമുക്ക് പൂർണിയയിലേക്ക്. ആ യാത്രയിൽ തിരിച്ചഥവാ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പൂർണിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയൊരു അനുഭവം നമുക്കവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് രാത്രി നമ്മുടെ കൂടെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് വീട്ടിൽ പോവാതെ അവിടെ നമ്മൾ കൂടെ റൂമിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് പിന്നെ രാവിലെ എന്ത് ചെയ്യുന്നത്. നമ്മൾ നേരം വിളിക്കുമ്പോഴേക്ക് ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു.
നമ്മൾ എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു ആലോചനയോ കാര്യമോ നമുക്കുണ്ടായിട്ടില്ല. വണ്ടിയെങ്കിലും ഉണ്ടാവും, കാറുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോ ഉണ്ടാവും. പക്ഷേ 3 ബൈക്കായിട്ടാണ് അവർ നമ്മളെ സ്വീകരിച്ചത്. അതൊരു വല്ലാത്ത അനുഭവം, അത് യാത്രയാണ്. കാരണം പകൽ ചൂട്, രാത്രി തണുപ്പിലേക്ക് കയറി, പിറ്റേന്ന് രാവിലെ കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി എന്നത്. പകലിൽ നമ്മൾ യാത്ര ചെയ്ത് ആ ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് അത് വല്ലാത്തൊരു ആനന്ദമുള്ള യാത്രയായിരുന്നു. അപ്പോൾ സൂപ്പോളിലെ ഈ ജാമിയ മിഫ്താഹുൽ ഉലൂം ശരിക്ക് ബേരിയ കമാലിന്റെ കവാടം കടന്ന് നമ്മളിങ്ങനെ ഏരിയകളിലൂടെ പക്ക ഗ്രാമത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടുത്തെ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളെ നാട്ടിലേക്ക് അതിരാവിലെ നേരം വെളുക്കുക എന്ന് പറയുന്നത് അത് വീട്ടിൽ മാത്രമേ ചില ഒതുങ്ങുന്ന ഒരു ഇതുള്ളൂ, പുറത്ത് നേരം വിളിക്കണം. പക്ഷെ ഇവിടെ എപ്പോഴോ എല്ലാം പുറത്താണ്. അവർക്ക് അകല്ല, കുട്ടികളെല്ലാം പുറത്താണ്. അപ്പോൾ ആ കുട്ടികളുടെ ആ ഗ്രാമത്തിന്റെ ആ ഒരു അത്രയും ശീതളിമയിലൂടെ നമ്മുടെ ആ യാത്ര ഉണ്ടല്ലോ. മുള 2 സൈഡും മുളകളുള്ള വഴി, അതോ ടാറില്ല, വെറും മണലുള്ള റോഡ്, അത് കുണ്ടും കുഴിയും ഒക്കെ കടന്ന്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ വളരെ ഗ്രാമങ്ങൾ. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആ ഗ്രാമത്തെ വിശദീകരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ 2 ദിവസമൊക്കെ താമസിപ്പിക്കാൻ തോന്നുന്ന അത്രയും എന്താ പറയുക ഒരു ഫീലാണ്. പറ്റ നമ്മളെ ഒരു എന്താ പറയുക നാഗരികത എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് എത്തിയിട്ടില്ലാത്ത രൂപത്തിൽ, വികസനം ഒന്നും അവരുടെ മനസ്സിലേക്ക് കയറി വരാത്ത രൂപത്തിലുള്ള ഗ്രാമങ്ങൾ. എന്നാൽ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ടാറിട്ട റോഡ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പോകുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ പോകുന്ന റോഡാണ്. പക്ഷേ കുണ്ടുകളും കുഴികളും മണലും ഒക്കെ വിധിച്ച ഇടയ്ക്ക് വരുന്ന മനോഹരമായ ഒരു കാഴ്ച പോലെ തന്നെ കാണുന്ന ചിലത് ഇപ്പോൾ പറഞ്ഞ പോലെ ചില പ്രത്യേകം തയ്യാറാക്കിയ നല്ല വെടിപ്പും വൃത്തിയുള്ള റോഡുകൾ കട്ട വെച്ചിട്ടുള്ള റോഡ്. 2 സൈഡുകളിലുമുള്ള കൃഷിപ്പാടങ്ങളാണ് അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചോളം കമ്പപ്പാടങ്ങളാണ്. വളരെ എന്താ പറയുക കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന അത്രയും വിശാലമായിട്ട്. അതാ രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികൾ അതിൻ്റെ മുകളിലൊക്കെ നിൽക്കണമുള്ള കാഴ്ച പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമുള്ള കാഴ്ചയാണ്. അതിന്റെ വിളവെടുപ്പിന്റെ സമയം കൂടിയായിരുന്നു. ചോളത്തിന്റെ വിളവെടുപ്പിന്റെ സമയമാണ്. നമ്മൾ നേരെ കഴിഞ്ഞ് പിന്നെ ഷറഫുവിന്റെ ശരിക്കും ഒരു സ്ഥലത്തിന്റെ ഒരു പേരുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് യാത്ര ചെയ്തിട്ടുണ്ടാവും, ബൈക്കിൽ 15 മിനിറ്റ് യാത്ര ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അവിടെ ഷറഫ് ഉസ്താദിന്റെ ശരിക്കും അദ്ദേഹത്തിന്റെ കടയൊക്കെ ഉള്ള ആ ഒരു പിന്നെ പീടിയിലേക്ക് എന്ന് വെച്ചാൽ അവിടെ നിർത്തിയിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറുണ്ട്. ഒരു ഉപ്പുപ്പാന്റെ കടയിൽ നിന്ന്. ഒരു ഉപ്പുപ്പാന്റെ കടയിൽ നിന്ന് ചെറിയ മോന് അല്ലെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ചായ ഉണ്ടാക്കുന്നത്. അതെ. നമ്മളപ്പോൾ അവനോട് പ്രത്യേകിച്ച് അവനോട് ചോദിക്കുകയൊക്കെ ചെയ്തു, സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് വേറെന്തോ ചോദിക്കണ പോലെയാണ്. മദ്രസ ഓക്കെ, സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇല്ല എന്ന് പറയാൻ പേടിയോ ഉണ്ട് എന്ന് പറയാൻ താല്പര്യമില്ലായ്മയോ ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. സ്കൂളെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോഴും അവിടെ ഒരു ബീച്ച് ഒരു പ്ലാൻ ബി ആണ്, രണ്ടാമത്തെ ചോയ്സാണ്. അവരുടെ ചിന്തയിലോ പ്ലാനിലോ അന്നൊന്നും കയറിയിട്ടില്ല സ്കൂൾ എന്ന് പറഞ്ഞ സങ്കല്പം. അവിടുന്ന് ചായ കുടിക്കുമ്പോൾ ആ കാര്യമൊക്കെ പറയുമ്പോൾ വിശാലമായിട്ട് പറയേണ്ട സംഭവമാണ് വെച്ചാൽ പച്ചയായ മനുഷ്യന്മാർ. നമ്മൾ ചെല്ലുന്ന സമയത്ത് എവിടുന്നോ വന്ന ആളുകളെ ആ ഒരു നോട്ടത്തിൽ കാണുന്നു. നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി അല്ലേ, അവിടെ ഇരിക്കുന്ന ആളൊക്കെ നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നു, ചായ കുടിക്കുന്നു. പഴയ ബെഞ്ചിലൊക്കെ ഇരുന്ന് നമ്മൾ ചായ കുടിച്ച് സലാം പറഞ്ഞു പോരുന്നു. പക്ഷേ അവിടെയൊക്കെ മനുഷ്യന്മാരെ ആ പച്ചയായ സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല, കാപ്പട്യങ്ങളില്ല, തന്മയത്വത്തോടു കൂടി പോകുന്ന ഒരു ജീവിതം. അതെ. അതിലൂടെ പോയിട്ട് നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെയും നമുക്ക് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ചു നേരം നിൽക്കുമ്പോൾ അവിടെ വേറെ സംഗതി ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതിരാവിലെ എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ മദ്രസ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഇഖ്റ മോഡൽ അക്കാഡമി. അതും അതിമനോഹരമായ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഇടതൂർന്ന വനങ്ങൾ, ഇടതൂർന്ന വീടുകൾ. ഒരു വീട്ടിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം മറ്റൊരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് എന്ന രൂപത്തിൽ അടുത്തടുത്ത വീടുകളും. എന്നാൽ ഭയങ്കര ക്ലീൻ നീറ്റാണ്, വളരെ വൃത്തിയുള്ള റോഡും പരിസരവും ഒക്കെ. പിന്നെ നേരെ നമ്മൾ ഇഖ്റ മോഡൽ അക്കാഡമിയിലേക്ക് എത്തുമ്പോൾ വേറെ വൈബായി. കാരണം ഒരു വയലിൻ്റെ ഇങ്ങനെ റോഡ് ഇങ്ങനെ കടന്നു പോയി അവസാനം വിശാലമായൊരു വയലിൻ്റെ ഓരത്തേക്കാണ് ഇത് കടന്നു ചെല്ലുന്നത്. ആ വയലിൻ്റെ ഒരു അറ്റത്ത് ഈ നല്ല മനോഹരമായ
ഈ ഒരു പിന്നെ എന്താ പറയാ, നമ്മള് ഒരു ഷർട്ടിന്റെ കരയിട്ട പോലെ ആ കരയിൽ തേച്ച് വെച്ച പോലെ ഒരു ചെറിയ ഒരു സ്കൂൾ. ആ സ്കൂള് പറഞ്ഞാൽ ബിൽഡിങ് എന്നുള്ള രൂപത്തിൽ ഉണ്ടാക്കിയല്ലോ, ഇഷ്ടി കൊണ്ട് പടുത്തുണ്ടാക്കിയല്ല, മുളകൾ കൊണ്ട് പടുത്തുയർത്ത എന്താ അല്ല. അവിടത്തേക്ക് കയറുമ്പോൾ തന്നെ പഴയ കാലത്ത് നമ്മളൊക്കെ, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വളരെ നമ്മളെ കുട്ടിക്കാലത്ത് പഴയ ഓർമ്മകളിൽ നമുക്ക് നമ്മുടെ നാടുകളിൽ വരുന്ന കടായി പറഞ്ഞാൽ ചിക്കൻ കടായി അല്ല, അന്ന് ഈ മുള കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ പിന്നെ തിളങ്ങും വിലങ്ങും ഇങ്ങനെ മുള കെട്ടിയിട്ട് എടുത്തു വെക്കുന്ന ഇതുണ്ടല്ലോ, ഗേറ്റ്, അതിന് നമ്മൾ കടായി എന്നാണ് പറയുന്നത്. കലായി എന്ന് പറയുന്നത് നമ്മൾ കലായി അങ്ങനത്തെ സംഭവം പറയാം. ആ രൂപത്തിലുള്ളൊരു സാധനം ഒക്കെ വെച്ച് നല്ല ഭംഗിയായി മുള കൊണ്ട് ഡിസൈൻ ചെയ്ത മതിലും, പിന്നെ നേരെ മുള കൊണ്ട് ഡിസൈൻ ചെയ്ത ചുമരും, അതുപോലെ തന്നെ തകരം കൊണ്ട് മേഞ്ഞ ഷീറ്റ് കൊണ്ട് മേഞ്ഞ തകരത്തിന്റെ ചുമര്, തകരത്തിന്റെ ചുമര്, തകരം കൊണ്ട് തന്നെ മേഞ്ഞ റൂഫ്. മദ്രസ അടിയിൽ നല്ല പണ്ട് നമ്മളെ മണ്ണൊക്കെ തേച്ച് മിനുക്കിയ രൂപത്തിൽ മണ്ണൊക്കെ തേച്ച് മിനുക്കി വൃത്തിയായി, ചെരുപ്പൊക്കെ നല്ല കുട്ടികളെ ചെരുപ്പൊക്കെ വരി വരിയായി വെച്ച് പടിഞ്ഞിരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു മദ്രസയിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇത് അസംബ്ലി നടക്കണം രാവിലത്തെ. നമ്മളെ മദ്രസയിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടികൾ ഇരുന്ന് ഒരു അയാ റഹ്മാനും അല്ലീം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതിനൊരു പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ ഉറുദുവിലുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ രാവിലത്തെ, ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, എല്ലാവരും അതേ മനോഹരമായി അതിലൊരു താളാത്മകത അല്ലേ. അത് ഉറുദു ഭാഷക്കനെ എനിക്ക് തോന്നുന്നു, ഉറുദു ഭാഷയുടെ പല കവിതകൾക്കും നമുക്കതിൻ്റെ അർത്ഥമോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ കേട്ട് നിന്ന് പോകുന്ന എന്തോ ഒരു മാസ്മരികത അതിനുണ്ടോ എന്ന് തോന്നാറുണ്ട്. കാരണം അത്ര ഭംഗിയാണ് അതിൻ്റെ ചിട്ടപ്പെടുത്തുക, അതിൻ്റെ ആ വാക്കുകൾക്കും വരികൾക്കും ഒക്കെ നല്ല ഈണത്തിലെ കുട്ടികളുടെ ആ ഒരു അല്ലേ, കേൾക്കാൻ തന്നെ ആനന്ദമായിട്ടുള്ള രൂപത്തിൽ ചെറിയ കുട്ടികൾ വരെ എന്ത് ചെയ്യേണ്ടത് ഏറ്റുചൊല്ലുന്നത്. അത് തരാനയാണ്. അത് അവരുടെ ഓരോ മദ്രസക്കും അങ്ങനെ ഓരോന്നുണ്ട്, അവരുടേതായിട്ടുള്ള തരാന ഇതുണ്ട്, പിന്നെ ഗീതങ്ങളുണ്ട്. അത് അവരെന്നെ ചിട്ടപ്പെടുത്തി എടുക്കുന്ന വരികളാണ്. എവിടെയും കുട്ടികൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നിടയിൽ അങ്ങോട്ട് കുത്തലോ ഇങ്ങോട്ട് കുത്തലോ പിച്ചലോ ഓർഡർ ആവലോ ഒന്നുമില്ലെന്ന് മാത്രമല്ല, സെറ്റിട്ട പോലെ ഭയങ്കര എന്താ പറയാ, ഒരു പട്ടാള ചിട്ടയിലൊക്കെ നിൽക്കണ പോലെ കുട്ടികൾ അറ്റൻഷനായിട്ട് ഒരു വരി പോലും തെറ്റാതെ, അതൊക്കെ ശരിക്കും നമ്മളിവിടുത്തെ നമ്മളെ സ്കൂളിലെ കുട്ടികളൊക്കെ കാണേണ്ടത് തന്നെയാണ്. നമ്മൾ എത്ര അച്ചടക്കം പറഞ്ഞ് ശീലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും എന്നാലും ഉണ്ടാകും കുറേ അങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതാ വരിയിലും ആ നൃത്തത്തിലും അവരുടെ ആ ചൊല്ലലിലും ശബ്ദത്തിലും ഒക്കെ ഒരേ താളാത്മകത നമുക്ക് കാണാൻ പറ്റുന്നു. ഏതായാലും മദ്രസയെ നമ്മൾ കാണുന്നു, അവിടുത്തെ കുട്ടികളെ നമ്മൾ കുറച്ചൊക്കെ സംസാരിക്കുന്നു, അവിടുത്തെ ഉസ്താദുമാരായിട്ട് പരിചയപ്പെടുന്നു. അതിരാവിലെയാണ് മദ്രസ, അതിരാവിലെ നമ്മൾ നേരെ അവരുടെ ഓഫീസിൽ കയറുന്നു, അവരോട് കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് പറഞ്ഞതുപോലെ ഭൗതികമായ രൂപത്തിലുള്ളൊരു സ്റ്റെപ്പ് അവർ എടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മളവിടെ മുമ്പിൽ വെച്ചപ്പോൾ അവർ അങ്ങനെ തന്നെ സ്വീകരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മളെന്ത് ചെയ്യാം, അടുത്തൊരു ഭാവിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്ന രൂപത്തിലൊക്കെ അവർ നമ്മളോട് പറയുകയും ചെയ്തു. നമ്മൾ നേരെ ഷറഫുവിൻ്റെ വീട്ടിൽ പോയി, ഷറഫ് ഉസ്താദിൻ്റെ വീട്ടിൽ പോയി. ഇപ്പോൾ ഷറഫു എന്നായിരുന്നു. പിന്നെ അത് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നു. അല്ല, നമ്മളവിടെ നിന്ന് തിരിച്ചു പോരുമ്പം ഒരു ഗ്രാമമുഖ്യന്മാരൊക്കെ കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്തി. ഇതിൽ ഈ ആ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ പ്രായം ചെന്ന കുറേ മനുഷ്യന്മാർ അവരെത്ര ഭവ്യതയിലാണ് അവരുടെ നമ്മളെ സ്വീകരിക്കുന്നതും നമ്മളുടെ കൂടെ ഇങ്ങനെ നടന്ന് അവർ ആനയിക്കുന്നു. ഷറഫ് ഉസ്താദിന്റെ അനിയന്റെ വീട്ടിലേക്ക് നമ്മൾ കയറുന്നു. ഒരു അല്പസമയമുള്ളൂ. അദ്ദേഹമാണ് ഈ പിന്നെ മദ്രസയുടെ ഇഖറ മോഡൽ അക്കാഡമി എന്ന് പറഞ്ഞതിന്റെ അതെ പിന്നെ മുഖ്യ കാര്യദർശി അദ്ദേഹമാണ് ഷറഫുന്റെ അനിയൻ. അവിടുത്തെ സ്ഥിതിക്ക് അല്പം ഭേദപ്പെട്ട ഇഷ്ടിക കൊണ്ട് പടുത്തുയർത്തിയ ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെത്. അവിടെ ചെന്ന് കുറച്ച് വെള്ളം കുടിക്കുന്നു. അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ വേഗം തിരിക്കുകയാണ്, കാരണം അപ്പോഴേക്കും നമുക്ക് പോകണം. അതെ, പൂർണിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം അവിടെ വണ്ടി കൊണ്ട്. അതെ. പിന്നെ നേരെ ഷറഫ് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ചെറിയ ഒരു ഇതാവത്ത് അവിടെ ചെന്നപ്പം ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലേ, അവിടെ കിടുങ്ങാച്ചി മക്കള്, ചെറിയ മക്കള്, ആട്. അത് പറയേണ്ടതിന് ആ വീടിനെ തന്നെ കുറച്ച് പറയാണ്ട്. പുള്ളി ഇവിടുന്ന് മലപ്പുറം ഒരുപാട് കാലം നിന്ന ആളാണ് പുള്ളി കേരളത്തിൽ. ഇവിടെ പുള്ളി ഇവിടെ തൊടികപ്പുലം മഹലിൽ നിൽക്കുന്ന സമയത്ത് കൃഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു മാത്രമല്ല, ഒരു 5-8 ഐറ്റം കൃഷി പച്ചക്കറി സാധനങ്ങൾ അദ്ദേഹം കൃഷി ചെയ്യുന്നു. താറാവുകളുണ്ടായിരുന്നു, കോഴികളുണ്ടായിരുന്നു. അതൊക്കെ നല്ല വ്യവസ്ഥാപിതമായിട്ട് അദ്ദേഹം പള്ളി പരിസരത്ത് അവിടുത്തെ മഹല്ലുകാർ താമസിക്കാൻ കൊടുത്ത വീട്ടിൻ്റെ പരിസരത്തൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ പടുത്താണ് ഞാനെന്ത് ചെയ്യുന്നത്, ഈ
മഹല്ലുകാരോട് ഇത് ചോദിക്കണത്. അവരെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലമായി. അതേപോലെ തന്നെ വീട്ടിലും അവിടുത്തെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പശുവിന് കൊടുക്കാവുന്ന വലിയൊരു താലം അല്ലെ, അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു താലം കാണുന്നു. പശുവിനെ കെട്ടിയിട്ട് അത് കുട്ടിയെ കാണുന്നു. അപ്പുറത്ത് ആടുണ്ട്. വീട്ടിലേക്ക് കയറുന്ന ആ കോണിപ്പടിയുടെ ഇടയിൽ കൂടുണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് കോഴിക്കൂട്, പിന്നെ പ്രാവ്, പോരാത്തതിന് വീടിൻ്റെ മേലെ കൂടെ മൊത്തം പച്ചക്കറികൾ, അത് പടവലങ്ങയായിട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടും. എന്നാൽ വീട്ടിൻ്റെ അകത്തോ മറ്റോ പരിസരത്തോ ഒന്നും ഒരു അലങ്കോലപ്പെട്ട് കിടക്കണ ഒന്നുമില്ല. വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ച രൂപത്തിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്. പുള്ളി കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ വന്ന് പോയി അതിൻ്റേതായിട്ടുള്ള അടയാളം അവിടെ വീട്ടിലും അല്ലാതെയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം കുടുംബത്തോടൊക്കെ സംസാരിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് പുറത്ത് ഇറങ്ങുന്നു. ധൃതിപ്പെട്ട് നമ്മൾ അപ്പോഴേക്കും മദനി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധൃതിപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ജാമിയ സലഫിയ മിഫ്താഹുൽ ഉലൂമിലേക്ക് തിരിച്ചു ചെല്ലുന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴേക്കും നേരെ വാഹനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂർണിയിലേക്ക് പോകാൻ. മദനിയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും, അതെ, നമ്മൾ 4 ആളും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നേരെ പൂർണിയയിലേക്ക് പോവുകയാണ്. പൂർണിയയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിങ്ങനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതോടൊപ്പം കുറേ വീടുകൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് ഞാനൊരു വിധവയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്, ഇത് നമ്മളുണ്ടാക്കിയ പബ്ലിക് ടോയ്ലറ്റുകളാണ്. അതുപോലെ തന്നെ ഈ റോഡ് നമ്മളെ സഹായത്താൽ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇവിടെ ഒരു 60-70ഓളം വീടുകളുണ്ട്. അവർക്ക് റോഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്കുള്ള റോഡാണ്. ഇങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള അവിടെ ആ നാട്ടിലുണ്ടാക്കിയതായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മദനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് ശരിക്കൊരു പിതാവാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് പുള്ളിയെ കാണുന്നത്. അങ്ങനെ അവിടെ എത്തോളം നമ്മോട് വാദവരാതെ സംസാരിക്കുകയാണ് അവർ. ഓരോ വിഷയങ്ങൾ, കിണറുണ്ടാക്കിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ വീടുണ്ടാക്കിയ കാര്യങ്ങൾ, വിധവാ സംരക്ഷണം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ ഇടയിൽ പൂർണിയിലെത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ പുള്ളിയുടെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോകുന്നല്ലേ, ഒരു പിന്നെ കോളേജ് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ട സ്ഥലം. അവിടെ ചെന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, പുള്ളിയുടെ വാഹനം അവിടെ നിർത്തി ഇറങ്ങിയ ഉടനെ കുറേ മനുഷ്യന്മാർ, അതും അങ്ങോട്ട് വരുന്നത് പച്ച, അതായത് അവരിട്ട ആ ഡ്രസ്സിൽ പാവപ്പെട്ട പ്രായം ചെന്ന ആളുകൾ മദനി വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു മൂപ്പരും തന്നെ ഒരു പറഞ്ഞറിയിച്ച് ചെന്നതുപോലെ എല്ലാവരും ചെന്ന് കൂടുന്നു. ഒരു കുടുംബത്തെ ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെ. എത്രയോ ദൂരം നമ്മൾ പോയിട്ടാണത്. അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുന്നതല്ല. അത് കണ്ടില്ലേ, അത് നോക്കിയില്ലേ, അത് എടുത്തില്ലേ, ആ രൂപത്തിൽ നമ്മളുണ്ടല്ലോ ഇന്നലെ ഇപ്പോൾ കണ്ട പോലെ സംസാരിക്കുന്ന രൂപത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നു. ആൾക്കാരൊക്കെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അത് വല്ലാത്തൊരു അനുഭവമായി തോന്നി. അതൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഇടയിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം നല്ലൊരു പരിശ്രമം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. നമ്മൾ നേരെ പൂർണിയയിലേക്കുള്ള വഴിയിൽ പോകുമ്പോൾ അവിടെ നിന്നുള്ള മാർക്കറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. പൂർണിയാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള സ്ഥലം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ ലോകത്തിലെ വ്യത്യസ്ത നാടുകളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന മാർക്കറ്റാണ് ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹനം കിട്ടുന്ന സ്ഥലമാണ് ഈ പൂർണിയ. അങ്ങനെ പൂർണിയയെക്കുറിച്ച് ഒരുപാട് അതിൻ്റെതായ സവിശേഷതകൾ പറയുന്നുണ്ട്. ബീഹാറിലെ 10-39ഓളം ഡിസ്ട്രിക്റ്റുകൾ ബീഹാറിലുണ്ട്. അതിൽപ്പെട്ട വലിയൊരു ഡിസ്ട്രിക്റ്റാണ് പൂർണിയ. അതെ, നമ്മൾ പോരുന്നത് സൂപ്പോളിൽ നിന്ന് അറാറിയ 2 ജില്ല കഴിഞ്ഞ് 3ാമത്തെ ജില്ലയാണ്. അറാറിയ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പൂർണിയക്ക് എത്തുന്നത്. അതെ അതെ. ഇതിലൊക്കെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറിയ പങ്കും മുസ്ലിങ്ങൾ തന്നെയാണ്. മെജോറിറ്റി മുസ്ലിങ്ങളാണ്. എനിക്ക് തോന്നുന്നു 90% മുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകളാണ് സൂപ്പോൾ, അറാറിയ, പിന്നെ പൂർണിയ, പിന്നെ കട്ടിഹാർ, ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ പൂർണിയയിൽ അദ്ദേഹം വേറെ എവിടെ സ്ഥലത്തേക്ക് പോവുകയാണ്, കട്ടിഹാറിലേക്കോ മറ്റോ പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പൂർണിയയിൽ നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തു നിൽക്കുന്നു. നമ്മളെ ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരാളെ, നമ്മൾ പൂർണിയയിലേക്കല്ല പോകുന്നത്, പൂർണിയയിലെ രാംഘാട്ടിലേക്കാണ്, റഹ്മത്തുള്ള സലഫിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെയും പുള്ളിയുടെ മോനെയും അദ്ദേഹം ആദ്യം വിളിച്ച് ഏൽപ്പിക്കുന്നു. അവർ നമ്മളെ ഡോക്ടർ പ്രൊഫസറാണ്. ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മോനെയും വിളിച്ച് ഏൽപ്പിക്കുന്നു. നമ്മളെ കാത്തവർ റോഡ് സൈഡിൽ നിൽക്കുന്നു. റോഡ് സൈഡിൽ ഇറക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ഒരു വണ്ടി നിർത്തി ആ വണ്ടീൻ്റെ അടുത്ത് ഇറക്കി കൊടുക്കുകയല്ല നമ്മൾ ചെയ്തത്. അദ്ദേഹം ഒരു വെള്ളമുള്ള സ്ഥലത്ത്, അതായത് കുടിക്കാൻ എന്തെങ്കിലും കിട്ടുന്ന സ്ഥലത്ത്, അപ്പോൾ അവിടെ തന്നെയാണ് ഈ വണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇളനീരുണ്ട്, അതുപോലെ തന്നെ ഈ കരിമ്പ് സമയത്ത് കരിമ്പുണ്ട്, മാംഗോ ഉണ്ട്, കരിമ്പ് ജ്യൂസ് ഉണ്ട്. അതൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എന്താണ് വേണ്ടത് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ, എനിക്ക് തോന്നുന്നു കരിമ്പ് ജ്യൂസോ എന്തോന്ന് വാങ്ങി കുടിച്ച് നമ്മൾ നേരെ അവരോട് സലാം പറയുന്നു. വണ്ടി ലഗേജൊക്കെ മാറുന്നു, അടുത്ത വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതെ, അവിടെ നമ്മൾ ശ്രദ്ധിച്ചതേ, പിന്നെ നമ്മളെ വണ്ടിയിൽ നിന്ന് ഒരു ലഗേജ് എടുത്ത് വെക്കുന്നത് അവിടുത്തെ അറിയപ്പെട്ടൊരു കോളേജിലെ പ്രൊഫസറാണ്.
നമ്മളാകുമ്പോൾ അടുത്തൊക്കെ അങ്ങനെയല്ല. അപ്പൊ അവർക്ക് അത്രത്തോളം ആതിഥ്യമര്യാദ പൊതുവെ എല്ലാവരിലും അത് അവരിൽ നിലീനമായൊരു കാര്യമാണ്, ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. യെസ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വണ്ടി മാറ്റുന്നു, നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നു. നേരെ നമ്മൾ രാംഘാട്ടിലേക്ക് എത്തിക്കുകയാണ്. രാംഘാട്ടിലേക്ക് അവിടുന്ന് കുറച്ച് ദൂരം, എനിക്കൊരു 12-16 കിലോമീറ്ററോളം രാംഘാട്ടിലേക്കുണ്ട്. അവിടെ രാംഘാട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴും ഇവരും തന്നെ നമ്മളോട് പരിചയമുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. ആരെയാണ് അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ചോദിച്ചു. അപ്പോഴേക്ക് റഹ്മത്തുള്ള സലഫി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ ലൊക്കേഷനൊക്കെ ഇട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പൂർണിയ എന്നൊക്കെ പറയുന്നത് ഒരു ദരിദ്ര സ്റ്റേറ്റാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അവിടുത്തെ റോഡിനൊക്കെ നമ്മൾ എടുത്ത് പറയണം. 146 കിലോമീറ്ററാണ് നമുക്ക് എവിടുന്ന് സൂപ്പോളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പൂർണിയയിലെത്താൻ വെറും 1 മണിക്കൂറും 15 മിനിറ്റൊക്കെയാണ് നമുക്ക് എടുത്തിട്ടുള്ളൂ. അത് നമുക്കിവിടെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രയും വളരെ കാമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അല്ല, റോഡ് സംവിധാനങ്ങൾ നമ്മൾ പോയോടത്തൊക്കെ അതിമികച്ച രൂപത്തിൽ തന്നെയുള്ളത്. ഗ്രാമങ്ങൾക്കുള്ളിലൂടെ മാത്രമേ ചെറിയതുള്ളൂ. പക്ഷെ വലിയ റോഡുകളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഇതില്ല. എല്ലാം നല്ല സെറ്റപ്പ്. എന്നാൽ വാഹനങ്ങൾക്ക് കുറവുണ്ടോ? ഭയങ്കര വാഹനങ്ങളല്ലേ, എത്ര ഇഷ്ടം പോലെ ഹെവി വണ്ടികളൊക്കെ എത്രയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സെറ്റപ്പ് റോഡും കാര്യം. പിന്നെ അവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു ഘടകമുണ്ട്. കിലോമീറ്ററോളം നോക്കിയാൽ കാണാവുന്ന അത്രയും ദൂരത്തേക്ക് റോഡ് വെട്ടാൻ പറ്റാവുന്ന രൂപത്തിൽ തന്നെയാണ്. അത് വേറൊരു പ്രത്യേകതയാണ്. എങ്കിലും ഉള്ളത് നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാറുള്ളത് പോലെ കിട്ടിയ പൈസ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പാസ്സായ പൈസ അതിലേക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് തോന്നും. ഒരു പകുതി മാറ്റി വെച്ചിട്ടുള്ള പരിപാടിയില്ല. എന്തായാലും റഹ്മത്തുള്ള നമ്മളെ വെയിറ്റ് ചെയ്തു. നമ്മളവിടെ കണ്ടു. റഹ്മത്തുള്ളയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ആ വണ്ടിയിൽ തന്നെ കയറ്റിയിട്ട് നേരെ രാംഘാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ രാംഘാട്ടിൻ്റെ മടിത്തട്ടിലേക്കാണ് ഇനി നമ്മളെ അടുത്ത പ്രവേശനം. എനിക്ക് തോന്നുന്നു ഞാനതിനു മുമ്പ് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. അപ്പോൾ റഹ്മത്തുള്ള ആരാന്ന് നമ്മൾ പറഞ്ഞു. അതെ, റഹ്മത്തുള്ള രാംഘാട്ടിലെ പിന്നെ ഒരു ജാമിയ തഹ്ഫീദുൽ ഖുർആൻ അവിടെ അധ്യാപകനായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു ലേഡീസ് ക്യാമ്പസ് അവിടെ തുടങ്ങി. അതിൻ്റെ ഒരു പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ കേരളത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ റമദാനിലെ 10 വർഷത്തോളം ഇവിടെ ഇമാമത്ത് നിന്ന പരിചയം അങ്ങനെയൊക്കെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ആലിമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്, ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾക്കാണ് പുതിയ അനുഭവം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ബഷീർ മാഷും നേരത്തെ പരിചയം. ബഷീർ മാഷ് നേരത്തെ ഉണ്ട്. പക്ഷേ നിസാർ ദേവാലയം നിങ്ങളും ആദ്യമായിട്ടാണ് അവർക്ക്. നിങ്ങളാണ് കൂടുതൽ അതിന് പറയാൻ എന്ത് ചെയ്യണത്. അതിൻ്റെ ഒരു മാധുര്യം നിങ്ങൾ പറയുമ്പോഴേ കിട്ടുള്ളൂ. കാരണം ഞാൻ അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, വൈഫും ഞാനും പോയിട്ടുണ്ട്. പിന്നെ അതിന് വഹാബ് സലാഹി, സിദ്ദീഖ് സലാഹി ആയിട്ട് ഞാൻ വേറെ പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ബഷീർ മാഷും ഫയ്യാസ് സലാഹി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തിനുകൊണ്ടാണ് നമ്മളവിടെ ഇത്രയും പ്രാവശ്യം അവിടെ പോയത് എന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ തൽക്കാലം റഹ്മത്തുള്ള സലഫിയുടെ വീട്ടിൽ രാംഘാട്ടിൻ്റെ മടിത്തട്ടിലേക്ക്, ആ ഒരു ഗ്രാമഭംഗിയിലേക്ക്, ഒരു ഗ്രാമഭംഗിയിൽ നിന്ന് ഒരു നഗരത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക്, അത് തീർത്തും ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഇൻഷാല്ലാ. തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.